താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ പങ്കുറങ്കുള്ളോളെ പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട് പൂക്കളിൽ റാണിയായി പൂത്തു നിൽക്കുന്നോളെ പൂത്തു നിൽക്കുന്നോളെ. നിനക്ക് വീടിനെ പറ്റി എന്തറിയാം? ഒറ്റാം തടി മുച്ചാം വയറ്. ആ പിന്നെ ഒരു 10 ഉറുപ്പിക ഇങ്ങത്താ. അബ്ദുൽ ഖാദർ അറിയണ്ട, അനിൽ ഫയ്യും അറിയണ്ട, ആരും പാത്തും നീയും അറിയണ്ട. മുഖം അങ്ങനെ ഒരു ശകലം നീണ്ടു വെളുത്തതാണ്, മുടി ക്രോപ്പ് ചെയ്തിരിക്കുന്നു. കഷണ്ടി വന്നേക്കോന്ന് ഭയമുണ്ട്. കണ്ണുകൾ ഒരുമാതിരി ചെറിയ ആനക്കണ്ണ്. ഇത് പഴയ ബഷീറല്ല. ഞാൻ ആകെ മാറി. കുറെ ദിവസങ്ങളായി എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. ഇതിനു മുമ്പ് ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഏകാന്തത, ഭയം, എന്റെ മനഃശക്തിയെല്ലാം ചോർന്നു പോകുന്ന പോലെ. ദൈവമേ, എനിക്ക് ചിരിക്കാൻ. ഞാൻ ഈ കായ വറുത്തത് എല്ലാവർക്കും ഓരോ കഷ്ണം കൊടുക്കട്ടെ? എല്ലാവർക്കും കൊടുക്കും, നാരായണയുടെ എന്റെയും പേരിൽ. എന്നെ മാത്രം സ്നേഹിക്കുമോ? എന്താ നാരായണി ഇത്ര സംശയം? ഇവിടെ എന്നേക്കാൾ സുന്ദരിമാരുണ്ട്. ഞാൻ വലിയ സുന്ദരിയൊന്നും അല്ല. ഞാനും സുന്ദരനൊന്നുമല്ല. എനിക്കൊന്ന് കാണണം. എനിക്കൊന്ന് കാണണം. എന്റെ ദൈവമേ, ഞാൻ ഇന്ന് രാത്രി കിടന്ന് കരയും. ആരാ അവിടെ ചൂളം അടിക്കുന്നേ? ഞാനാ. പേരെന്താ? ബഷീർ. എളിയ തോതിൽ ഒരു എഴുത്തുകാരനാണ്. 2.5 കൊല്ലത്തെ തടവ്. ഇപ്പൊ ഞാനിവിടെ തനിച്ചാ, കൂട്ടുകാരെല്ലാം പോയി. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ്? ഓളൊരു കഞ്ഞോളം. എൻ്റെ ആടി ഇവിടെയുള്ള കടലാസും പുസ്തകം സകലമായ ചട്ടിപ്പണ്ടാരങ്ങളും തിന്ന് തീർത്തു. കഞ്ഞോളം ഇല്ലായിട്ട് 100 കൂട്ട പണി അതിൻ്റെ ഇടയിൽ എൻ്റെ ആട്. എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ എൻ്റെ ആടൊന്ന് പെറ്റോട്ടെ, ഇങ്ങോട്ട് എല്ലാവരും എൻ്റെ പുറകെ വരും, അപ്പോൾ കാട്ടിത്തരാം. എൻ്റെ ആട് പെറുമ്പോ സുബൈദാനെ മറക്കല്ലേ പാത്തുമ്മ. സുബൈദാക്ക് ഇത്തിരി പാൽ കൊടുക്കണേ. ആടിന് വല്ലോ കൊടുത്താ പെണ്ണേ? അതിന് കഞ്ഞവെള്ളം കൊടുത്തതാ. ആ ഇന്നാ, ഇത് അതിന് കൊണ്ടുപോയി കൊടുക്ക്. ആടിന് വല്ലോ കൊടുത്താ പെണ്ണേ? അതിന് കഞ്ഞവെള്ളം കൊടുത്തതാ. ആ ഇന്നാ. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ്? 22. സുന്ദരമായ വയസ്സ്. നാരായണി, നമ്മളേതാണ്ട് ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത്. എനിക്കൊരു റോസാച്ചെടി തരുമോ? നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാച്ചെടി ഉണ്ടെന്ന്? ജയിലല്ലേ, എല്ലാവരും അറിയും. ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല. തരുമോ? പിന്നെ നമ്മളാരാ നിങ്ങൾ പരിചയപ്പെടുത്താൻ മറന്നു. നമ്മളാണ് പാത്തു, ബഷീറിക്കാന്റെ സഹോദരി. ഞാനാണ് ഇതിനകത്തിലെ നായക. പിന്നെ നമ്മുടെ ആടാണ് അഭിയുടെ ജൗസരി. പിന്നെ നമ്മുടെ ആടിന്റെ വിശേഷമൊക്കെ അറിയാലോ.
നമ്മ ഡാഡിപ്പ ചെന്ന് ബഷീർ ഖാന്റെ പുസ്തകവും കടലാസും എല്ലാം തിന്നു നീക്കും. എന്നിട്ട് പടച്ചോനെ ഞാൻ എന്താ ചെയ്യാ?